ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല സിമ്പിളും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പികളുമായിട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേന്ത്രക്കായും കൊഞ്ചും കൊണ്ടുള്ള ഒരു അവിയലാണ് കേട്ടോ. നേന്ത്രക്കായും കൊഞ്ചും കൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള അവിയലാണ്. ചോറ് കഴിക്കുക ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 250 ഗ്രാം കൊഞ്ച് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 നേന്ത്രക്ക, ചെറിയ നേന്ത്രക്കായാണ് കേട്ടോ, 3 അതും നീളത്തിൽ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊഞ്ചും നേന്ത്രക്കായും കൂടെ ഞാനൊരു ചട്ടിയിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇത് രണ്ടും വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. കായും കൊഞ്ചും ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ, മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒതുക്കിയെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ കൊഞ്ചും നേന്ത്രക്കായും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെന്തപ്പോൾ ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായി തിളച്ചിട്ട് അതിൻ്റെ അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇടയ്ക്ക് വെച്ച് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തു കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കടുകൊന്നും വറുത്തിടുന്നില്ല. 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രേ ചെയ്യുന്നുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ കൊഞ്ചും നേന്ത്രക്കായും കൊണ്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ളൊരു അവിയലാണ്, കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്കയും മുട്ടയും കൊണ്ടുള്ള ഒരു തോരനാണ് കേട്ടോ. വെണ്ടയ്ക്കയും മുട്ടയും കൊണ്ടുള്ള ഒരു തോരൻ. ഇതിന് അധികം വെണ്ടയ്ക്കയൊന്നും വേണ്ട, ഒരു 5-6 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ 2 മുട്ടയും ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി തോരനൂടെ തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ. അതും ഭയങ്കര ടേസ്റ്റാണ്. ചോറിന് ഇത് മാത്രം മതി കേട്ടോ. ചിലപ്പോൾ ചമ്മന്തിയോ തൈരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നു. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 5-6 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൂടുതലുണ്ടെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ കുറച്ച് വെണ്ടയ്ക്കയെ കിട്ടിയുള്ളൂ. എങ്കിലും ഒരു തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ആ വെണ്ടയ്ക്ക എണ്ണയിലൊന്ന് കിട്ടണം. അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് വഴറ്റുക. അതിന് ശേഷം കുറച്ച് സവാള ചെറുതായിട്ട് ഞാൻ ഒരു വലിയ സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും വെണ്ടയ്ക്കയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച മുളകുണ്ടല്ലോ, അത് 2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെണ്ടയ്ക്കയെല്ലാം ഒരു 4 ഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മുട്ടയാണ് കേട്ടോ. ഈ വെണ്ടയ്ക്കയും ഉള്ളിയൊക്കെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പം ഇച്ചിരി ക്വാണ്ടിറ്റിയും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയുടെ ആവശ്യമൊന്നുമില്ല, എങ്കിലും എല്ലാവർക്കും തികയണ്ടേ. അങ്ങനെ ഞാൻ 3 മുട്ടയാണ് ഞാൻ ഇവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ടയൊന്ന് റെഡിയായി വരട്ടെ. നമുക്ക് ആദ്യമേ തന്നെ ചിക്കൻ്റെ കാര്യമില്ല, മൂത്ത് വരുന്ന സമയത്ത് നമുക്കത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്ക മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ മസാലയൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ 2 റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.